കർണാടകയിൽ മഴ കനക്കുമെന്ന റിപ്പോർട്ടുകൾ. പ്രധാനമായും തെക്കൻ ഉൾനാടൻ കർണാടകയിലാകും കനത്ത മഴ അനുഭവപ്പെടുക. കൂടാതെ ബംഗളൂരു നഗരത്തിലും റൂറൽ മേഖലകളിലും അടുത്ത 5 ദിവസം മഴ ശക്തമാകുമെന്നും മുന്നറിയിപ്പുണ്ട്. ആശ്വസിക്കാൻ വഴിയുണ്ട്. കർണാടകയിൽ കനത്ത മഴ പെയ്യും. പ്രത്യേകിച്ച് ദക്ഷിണ കന്നഡ, ഉടുപ്പി തീരങ്ങളിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ എന്തായാലും മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഉത്തര കന്നഡയിൽ താരതമ്യേന വരണ്ട കാലാവസ്ഥ തുടരുകയാണ്. വടക്കൻ ഉൾനാടൻ കർണാടകയിലെ ബീദർ, കലബുർഗി, യാദ്ഗിർ, റായ്ചൂർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് നേരിയതോ മിതമായതായോ മഴ ലഭിക്കാൻ സാധ്യതയുള്ളത്. ഇവിടെയെല്ലാം ഇടിമിന്നൽ മുന്നറിയിപ്പും നൽകുന്നുണ്ട്. പ്രധാനമായും തെക്കൻ ഉൾനാടൻ കർണാടകയിലാകും കനത്ത മഴ പെയ്യുക. മെയ് 6 മുതൽ 9 വരെ ഹാസൻ, കൊടക്, മൈസൂരു, മാണ്ഡ്യ, രാമനഗര, ബംഗളൂരു, തുമകുരു, ചിക്കമംഗളൂരു തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ശക്തമായ മഴയും അതോടൊപ്പം ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ട്. 7-നും 9-നും ഇടയിൽ മഴയുടെ തീവ്രത കൂടുമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് മൈസൂരു, കൊടക്, ഹാസൻ, ചിക്കമംഗളൂരു തുടങ്ങിയ സ്ഥലങ്ങളിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ബംഗളൂരു ഉൾപ്പെടെ സമീപ ജില്ലകളിൽ വ്യാപകമായ ഇടിമിന്നലിനും സാധ്യത കൂടുതലാണ്. ബംഗളൂരു നഗരത്തിൽ റൂറൽ മേഖലകളിലും അടുത്ത 5 ദിവസം മഴ കനക്കുമെന്നാണ് പറയുന്നത്. കൂടാതെ കാലാവസ്ഥാ മുന്നറിയിപ്പ് അനുസരിച്ച് ഈ സ്ഥിതി താൽക്കാലിക തടസ്സങ്ങളും ഗതാഗതക്കുരുക്കുമൊക്കെ ഉണ്ടാകാനും സാധ്യത കൂടുതലാണ്. വിളവെടുക്കാത്ത കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കാനും സാധ്യതയുണ്ട്. മരങ്ങൾക്കിടയിൽ അഭയം തേടുന്നത് ഒഴിവാക്കണമെന്നും ഇടിമിന്നലുള്ളപ്പോൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വിച്ഛേദിക്കാനും തുടങ്ങിയ ജാഗ്രതാ നിർദ്ദേശങ്ങളും അധികൃതർ പറയുന്നുണ്ട്. എന്തായാലും മെയ് 8-9 തീയതികളിൽ മഴ തുടരുമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ കാറ്റിന്റെ വേഗത 30 മുതൽ 40 കിലോമീറ്ററായി കുറയുമെന്നും പറയുന്നുണ്ട്. വൈകുന്നേരങ്ങളിലും രാത്രിയിലും പതിവായി മഴ ലഭിച്ചേക്കുമെന്നും കണക്കുകൂട്ടലുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.